മുനമ്പം പ്രശ്നത്തിൽ ഗവൺമെൻറ് ആദ്യം മുതൽ ശരിയായ പാതയിലാണ് പോകുന്നത്. മുനമ്പത്തെ അർഹരായ മുഴുവൻ പേർക്കും അവരുടെ ഭൂമിക്ക് രേഖ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ഭൂമി ഉറപ്പാക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാനമാണ്. ആ ഗവൺമെൻറ് അത് നിർവഹിക്കും. അതിന് ഒരു സാധ്യതയല്ല വഖഫ്. കൃത്യമായി ആ ഭൂമിയുടെ പറവൂർ കോടതിയിൽ നടന്ന വിവരങ്ങൾ, സിംഗിൾ ബെഞ്ച്, ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വന്ന തീരുമാനങ്ങൾ, അവിടെ വഖഫാണോ അല്ലയോ എന്ന് സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളും നടക്കുന്ന നേരത്ത് ഒരു ഫാക്ട് ഫൈൻഡിങ്ങിന് വേണ്ടി അർഹരായ മനുഷ്യർക്ക് ജുഡീഷ്യൽ വെറ്റിംഗ് നടത്തി എങ്ങനെ ഭൂമി കൊടുക്കാം എന്ന കാര്യത്തെ സംബന്ധിച്ചാണ് CN രാമചന്ദ്രൻ ചെയർമാനായിട്ടുള്ള ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ 1952 നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം അതിൻ്റെ 13ാം സെക്ഷൻ പ്രകാരം കൃത്യമായ ധാരണയോടുകൂടിയാണ് സർക്കാർ ഈ കമ്മീഷൻ വെച്ചിട്ടുള്ളത്. മെയ് മാസത്തിൽ അതിൻ്റെ തീരുമാനം വരും. തീരുമാനം വന്നാൽ സർക്കാർ പരിശോധിച്ച് അവിടെയുള്ളവർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. ഈ പ്രശ്നം വന്നത് മുതൽ റവന്യൂ വകുപ്പ് സ്വീകരിച്ചൊരു നിലപാടുണ്ടല്ലോ, അതാണ് സർക്കാരിൻ്റെ നിലപാട്. അവിടെ അർഹതപ്പെട്ടവർക്ക് പോക്കുവരവ് നടത്താനും നികുതി അടയ്ക്കാനും അവസരം കൊടുക്കണം എന്നുള്ള റവന്യൂ വകുപ്പിൻ്റെ നടപടി സ്റ്റേ ചെയ്ത് വെച്ചിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ചാണ്. അവിടെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികളുമായി ഇതിനിടയിൽ റവന്യൂ വകുപ്പും സർക്കാരും പോകുന്നുണ്ട്. അതുകൊണ്ട് മുനമ്പത്തെ യഥാർത്ഥ അവകാശികളും അർഹതപ്പെട്ടവരും ഒരു കാരണവശാലും ഭീതി ഉണ്ടാകേണ്ട കാര്യമില്ല. അവരുടെ ഭൂമിയുടെ അവകാശം, റവന്യൂ അവകാശങ്ങൾ കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നതാണ് ചെയ്യും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.